സാറേ മാമിനോട് പറയില്ലേ സാറേ. അല്ല അല്ല സാറേ 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 ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സമയം 5-6 മണിയാവാനായി. ഇതുവരെ വ്ളോഗിങ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് തിരക്കായിരുന്നു. പിന്നെ എണീക്കുമ്പോൾ തന്നെ ലേറ്റായി. ഞാൻ പിന്നെ റൂമിലേക്ക് എത്തുമ്പോണ്ട് മറ്റവന്മാരൊക്കെ നല്ല വർക്ക്. ക്ലാസ്സൊക്കെ ഇന്ന് എക്സാം ആയിരുന്നു അവർക്ക്, അപ്പോൾ അവർ എക്സാം കഴിഞ്ഞ് നല്ല വർക്കിലാണ്. പിന്നെ വൈകുന്നേരം സമയം ഞാൻ വന്ന് വീട്ടിൻ്റെ പുറത്തിരിക്കാന്ന് വിചാരിച്ചു. പുറത്തിരിക്കുമ്പോൾ ഉണ്ട് ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല കളിച്ചുകൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പോയിന്ന് അറിയില്ല. കുറേ പേരുണ്ടായിരുന്നു, ഇവിടെ പോയിന്ന് അറിയില്ല. ഇവിടെ പേരളത്തിൻ്റെ മരമുണ്ട്, ഒരു ഉപകാരത്തിനും ഇല്ല. കാണുന്നുണ്ടല്ലോ, ഒരെണ്ണം പോലെ, ഒന്നല്ല രണ്ടുണ്ട്. രണ്ടെണ്ണത്തിലും ഒരു ഉപകാരവും ഇല്ല. ആ കുട്ടികൾ വരുന്നുണ്ട്, ഒന്നൊന്നായി വരുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന മുമ്പിലത്തെ ഈ ഫ്ലാറ്റ് ഉണ്ടല്ലോ, ഇവന്മാര് ഞങ്ങൾ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്യുന്നു, ഫുൾ ടൈം ഇവിടെ തന്നെ നോട്ട. ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഇതേ പരിപാടി. ഞങ്ങൾ എന്ത് ചെയ്താലും ഇവർ ഞങ്ങളെ നോക്കിക്കൊണ്ടേ ഉണ്ടാവും. ഇതിലൊക്കെ ഇവർക്ക് എന്ത് കിട്ടുന്നുണ്ടാവോ? അങ്ങനെ നമുക്ക് നമ്മളെ പിള്ളമാരെ കാണാം. പിള്ളമാരെല്ലാം നല്ല കട്ടായിട്ടിരിക്കുകയാണ്. കട്ട് മീൻസ് അവരെ ഭാഷയിൽ കട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ മറ്റേ ഈനെ പറയും കട്ട്. എന്ത് നല്ല ടയേർഡായി ഉറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഉറക്ക് വരുന്ന സംഭവത്തിനാണ് അവരെ ഭാഷയിൽ കട്ട് എന്ന് പറയാം, അവരെ സ്ലാങ്ങിൽ. അല്ലേ, നല്ല ഇഷ്ടമാണ്. അതാണ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കടിക്കില്ല, എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ സെറ്റോ. കോപ്പി കുടിച്ചില്ലേ? ചുണ്ട് കുടിച്ചില്ലേ? ദിവ്യ ചുണ്ട് കുടിച്ചില്ലേ? നാണക്കേട്. പോ ചാവ് പോ. നീ ബിബിനെ കളിയാക്കിയിട്ട് നീ പൊട്ടിയില്ലേ? ബിബി അന്ന് തുണ്ട് പിടിച്ചിട്ട് നീ ഇരിക്കാൻ നിക്കാൻ പറ്റുന്ന? ഇപ്പൊ നോക്കിയാ ഒരു കുലുക്കവും ഇല്ലാണ്ട് മിണ്ടാണ്ട് ഇരുന്നിട്ടുണ്ട്. കുടിച്ചെങ്ങനെ കഥ പറയും? തുണ്ട് പിടിച്ച കഥ പറയും. മാമിനോട് പറയരുത് സാർ. കെഞ്ചിക്കടാ. മാമിനോട് പറയരുത് സാർ. നാണക്കേടില്ല. പിടിച്ചെന്നിട്ട് ഇങ്ങനെ കെഞ്ചണാ. ആണുങ്ങളെ വില കളയാന്. ആണുങ്ങളായാലും കോപ്പിയൊക്കെ പിടിക്കും, മാത്രം ഇങ്ങനെ കെഞ്ചതുണ്ടല്ല, ഒരു ഇതായി പോയി. സാറേ ടീച്ചറോട് പറയരുത് സാറ്. സാറേ ടീച്ചറോട് പറയരുത് സാറേ. വില കളയാനായിട്ട് ആണുങ്ങളെ വില കളയരുത്. സ്വന്തമായിട്ട് പഠിച്ചതാണ്, അതിനുള്ള കഴിവുണ്ട് നമുക്ക്. എന്നെ കാണുന്നില്ലേ? സ്വന്തമായി പഠിച്ച് ഡിഗ്രി എടുത്ത്, അതേപോലെ പഠിച്ചെടുക്ക്. അല്ലേ, സ്വന്തമായിട്ട് പഠിച്ചെടുക്ക്. അതിനാരാ ഡീബാർ ചെയ്ത് ഇവിടെ? എന്നാലും നിന്നെ പോലെ സാറേ ടീച്ചറിനോട് പറയരുത് സാറ്. സാറേ ടീച്ചറിനോട് പറയരുത്. ആണുങ്ങളെ വില കളയാനായിട്ട് ഓരോരോ മാരണം. ചെല്ലേ, ഒരുത്തൻ ഇവിടെ കിടന്നിട്ടുണ്ട്. ആരെ? നമ്മളെ ബിബിനെ കളിയാക്കിയിട്ട്, കോപ്പി അടിച്ചിട്ട് കളിയാക്കിയിട്ട് ഇരുന്നവൻ ഇപ്പൊ നോക്ക്. എന്താ ബിബി ആ ഡയലോഗ്? അല്ല അല്ല സാറേ 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 മാമിനോട് പറയില്ല സാറേ. കടിച്ചോട്. സാറേ മാമിനോട് പറയില്ല സാറേ. അല്ലേ സാറ് കണ്ടൂണേ, സാറ് അവിടുന്ന് ക്യാമറ കണ്ടീണേ. പിന്നെ ഇന്ന് മാമിനോട് പറയല്ലേ ഒച്ചയില് എല്ലാം പോയി. ഒച്ചടല്ലേ സാറ് മാമിനോട് പറയില്ല സാർ. സാറ് കണ്ടൂണേ, സാറ് വിളിച്ചേ. പിന്നെ ഇന്ന് മാമിനോട് പറയില്ലേ, എല്ലാരും ക്ലാസ് സ്ട്രീക്കില് കൊണ്ടുപോകണ്ട നമ്മളെ ഷിഫിനാണ്. ഇവനെ ബുക്ക് ചെയ്ത് ടോപ്പായി. ഇവന് ഡയലോഗ് ഉണ്ടായിരുന്നു, ഇത് നമ്മൾ എത്ര കണ്ടാണ് ഈ കോപ്പി അടിക്കേണ്ട.
പഠിച്ചെഴുതണം. കോപ്പി അടിക്കണെങ്കിൽ നമ്മളതിൽ പെട്ടതല്ല. നമുക്ക് തീരെ താല്പര്യമില്ല കോപ്പി അടിക്കാൻ. കോപ്പി പിന്നെ പഠിക്കണോ പഠിക്കണല്ലേ. അതൊരു കഥ ഉണ്ട്. വസീബിന് വേറൊരു കഥ ഉണ്ട്. കോപ്പി അടിച്ചിട്ട് 2 കൊല്ലം ബാൻ ചെയ്തൊക്കെ പോത്ത്. കോപ്പി അടിച്ചാ അറിയില്ല. ആരെ ബാൻ ചെയ്ത? എന്നാലും നിന്നെ പോലെ സാറേ ഒന്നുമില്ല ഇങ്ങനെ പറഞ്ഞില്ലല്ലോ അതിന്. സാറേ ടീച്ചറോട് പറയല്ല സാറേ. ഇവനെ ഒരട്ടല്ല 2 വട്ടാ പിടിച്ചതോനെ. 2 അതില്ല അതില്ല എല്ലാരും ഒരേ മാതിരിക്ക് തന്നെയാണ്. ഇല്ലില്ല അതിന് ഇതൊക്കെ ശരിയല്ലേ. നമ്മള് മെയിൻ എക്സാമിനല്ല ഇന്റേണലിനൊക്കെ കോപ്പി അടിച്ചാ. ആരെങ്കിലും പഠിച്ചെഴുതോ? ഇന്റേണൽ ആരെങ്കിലും പഠിക്കുവോ? നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് മെയിൻ എക്സാമിന് നമ്മൾ പഠിക്കുക എഴുതും. അത് ആവശ്യമുണ്ടാ? ഇന്റേണൽ എന്തിനാ? പഠിക്കാൻ വേണ്ടി. പഠിക്കാൻ വേണ്ടി കോപ്പി അടിക്കണെങ്കിൽ കുഴപ്പമില്ല. അത് പക്ഷെ കഴിവാണ് കോപ്പി അടിക്കാൻ. അല്ല അസീബിനെ പോലെ ഡീബാർ കിട്ടിയാണ്ട് ഒരു സപ്ലി കിട്ടിയാലും സാറേ ടീച്ചറോട് പറയല്ലോ സാറേ ടീച്ചറോട് അതില്ലായിരുന്നു. നമ്മള് പുറത്തേക്ക് ഇറങ്ങും. പിടിച്ച ആയിക്കോട്ടെ ക്ലിയർ ആക്കി വീണ്ടും പഠിച്ച് ക്ലിയർ ആക്കി. അത് ആലോചിച്ചോ? ഒന്ന് ഡീബാർ ചെയ്താലും എന്താ റിസൾട്ട്? പിന്നെ പഠിച്ച് ക്ലിയർ ചെയ്ത് റിസൾട്ട് വന്നത് പറഞ്ഞാൽ ഇപ്പൊ ട്രീറ്റ്മെന്റ് വരും. വന്നില്ല. ഇവിടെ ഒരുത്തന് ഇരുന്ന് ഒറ്റക്ക് പണിയെടുക്കുകയാണ്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് ആള്. ഷിഫിനാണ്. ലാസ്റ്റ് ടൈം നമുക്ക് വേണ്ടി കുക്കൊക്കെ ചെയ്തത്, നമുക്ക് മസാല ഒക്കെ ഉണ്ടാക്കി തന്ന ഷിഫിനാണ്. പിന്നെ ബാക്കിയുള്ള 2 ആൾക്കാര് ഒരുത്തന് നല്ല കട്ട ഉറക്കാണ്. ഇവിടെ പഠിക്കാണ്. നാളെ എക്സാം. ഇത് തുണ്ടുവെക്കൽ പരിപാടി. മറ്റേ അത് മാത്രമേ അറിയുള്ളൂ. എന്നാലാണെങ്കിലോ അത്രയും ഇതാക്കിയാലും പിടിച്ചും ചെഞ്ചും. തുണ്ടുവെക്കല്ലേ ചങ്ങായിമാരോ? നോക്കാൻ ആളില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കും. പഠിച്ച ഒരു പെൻസിലിൽ ഒരു മണ്ണാട്ടമില്ല. ക്ലാസ്സിൽ പോകുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്? പിന്നെ നമ്മളെ പൂച്ച ഹലോ പറയ്. പാട്ടാട്. പാട്ട് പഠിക്കോ? നക്കാനല്ല പൂച്ച, പാട്ടാടനാ. ഇവിടെ പാട്. ഹലോ 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 ഹലോ. ഐസ പൂച്ചക്കുള്ള സാധനമാണ്. പൂച്ചൻ്റെ ഒക്കെ ഡാൻസ് ലൈഫ് നിന്റെ. ശിവന എന്താ പറയണ്ടേ? ചിക്കൻ ഫ്രൈ അത് കഴിക്കുമ്പോഴേ മനസ്സിലാവും. പിന്നെ മസാല ഞാൻ ഉണ്ടാക്കിയോണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. നന്നായി കഴിക്കാം. ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ ഉള്ളു വെന്തില്ലെങ്കിൽ അത് ഞാനല്ല ആള്. ബിബിയ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം മസാല ഉണ്ടാക്കിയ ആരാണ്? മസാല ഉണ്ടാക്കിയ ആരാണ്? അപ്പൊ അതുകൊണ്ട് ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. മണി 10-10:30 ആയി. സോ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. ഫുഡ് ഉണ്ടാക്കാണ്. പൊറോട്ട പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കറിയും പുറത്തുനിന്ന് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ആകെ ചിക്കൻ ഫ്രൈ ഒന്നും ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ വാങ്ങി മസാല ഒക്കെ ഇട്ട് കൊടുത്ത് ഞാനാണ് ഇട്ട് കൊടുത്ത്. പിന്നെതാ ചിഫിന് ഫ്രൈ ചെയ്തോണ്ടുണ്ട്. എങ്ങനെ ചിക്കന് മസാല പിടിച്ചില്ല. ഓക്കെ. അപ്പൊ കുറച്ച് ഇത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിക്കാം. ഓക്കെ, കടുക് പൊട്ടിക്കാം. പെരിഞ്ചീരകം ഇടാം. എന്നിട്ട് നമ്മളെ കറി നേരെ പൊട്ടിച്ചിന്റെ ശേഷം പാരാ. കറിക്ക് സാലിന് അതിക്ക് ചിക്കൻ ഇടാം. ഇത്രയൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് കുറച്ച് നേരം കുറക്കിയാൽ നല്ല ചിക്കൻ കറി റെഡി. നമുക്ക് കാണാം ചിക്കൻ കറി അല്ല ചിക്കൻ ഫ്രൈ ചിക്കൻ കറിയിലേക്ക് എത്തി. ഇനി ചിക്കൻ കറിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തും നമുക്ക് അറിയാൻ പറ്റൂല. ഷിഫിനെ എങ്ങോട്ടെങ്കിലും ഒരറ്റത്തേക്ക് എത്തിക്കിട്ടാ. എനിക്ക് ഞാൻ നല്ല ഫുഡ് ഉണ്ടാക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകണോ? ഞാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിക്കാണ്ട് എനിക്ക് മൂന്ന് ചെയ്യണോ? അത് ഈ പറയും. സ്മോക്ക് ചിക്കൻ സ്മോക്ക് ചെയ്യില്ലായിരുന്നു. സ്മോക്ക് വരാത്ത പോട്ടെ, ചിക്കൻ എങ്ങനെ ഉണ്ടായിരുന്നു? ചിക്കൻ നമ്മളെല്ലാം ഉണ്ടാക്കിയ മസാല തേച്ച് അവസാനം ഞാൻ കുറച്ച് കത്തിച്ചിട്ട് ഇങ്ങനെ വീശി കൊടുത്തു. അതല്ല, കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തില്ല. അതുകൊണ്ടാണ് മസാല ടേസ്റ്റ് വന്നത്. ഇനി അതേ കാരണം പിടിക്കാറില്ലേ? അതായിരിക്കും. അണ്ണം പിടിക്കണോ?
എങ്ങനെ ഉണ്ടായിരുന്നു ചിക്കൻ പൊള്ളിച്ചത്? ചിക്കൻ കൊള്ളായിരുന്നു. ആ. ആ പിടുത്തത്തിലുണ്ടോ എൻ്റെ എക്സ്പീരിയൻസ്? ഒരെണ്ണം അല്ലല്ല, ചിക്കന് പിടുത്തത്തിലുണ്ടോ എൻ്റെ കിച്ചണിലുള്ള എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. തെറ്റിദ്ധരിക്കരുത് ബിബിയെ. അങ്ങനെ ചിക്കൻ ഫ്രൈ ചിക്കൻ കറിയിലേക്ക് മാറുകയാണ്. എല്ലാ ക്രെഡിറ്റും ഷിഫിന് കൊണ്ടുപോകുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? എല്ലാം അറിയുന്ന ഒരുത്തിന് മാത്രം. ഫുഡ് മണത്തോണ്ട് ഉറക്കുന്ന ആള് വന്നതാ. ഉറങ്ങിക്കൊണ്ട് ഫുഡ് കഴിക്കാം. ട്രൈ ചെയ്യും ഷിഫിൻ്റെ കറി നമുക്ക് ട്രൈ ചെയ്യാം. ഗൈസ്, ഇങ്ങനെയാണ് എല്ലാ ബാച്ചിലേഴ്സും ആയിരിക്കണമല്ലോ. എല്ലാ ബാച്ചിലേഴ്സും മിക്കവാറും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ കൂട്ടത്തിലൊന്ന് കൂടാം. അത്രേ പറയാനുള്ളൂ. ബൈ ബൈ. അടുത്ത വീഡിയോ വരുന്നവരെ